നവകേരള സദസ്സ് കാസർഗോഡ് ഗസ്റ്റ് ഹൗസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നിന്ന് 19/11/2023 അതിലെ കാതലായ വിഷയം ഞാൻ വായിക്കാം. ആലുവയിൽ അതിഥി തൊഴിലാളിയുടെ 5 വയസ്സുകാരിയായ മകളെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കുറ്റവാളിക്ക് നീതിപീഠം പരമാവധി ശിക്ഷ വിധിച്ചത് കഴിഞ്ഞ ദിവസമാണ്. മനുഷ്യ മനസാക്ഷിയെ നടുക്കിയ ഈ കുറ്റകൃത്യം ചെയ്ത പ്രതിക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പ്രോസിക്യൂഷനും പോലീസും അക്ഷീണമായ പ്രവർത്തനമാണ് നടത്തിയത്. ഇപ്പോൾ കമ്പയർ ചെയ്തോണം ഏതുമായിട്ടാണെന്ന്. അക്ഷീണമാണ് പ്രവർത്തനമാണ് നടത്തിയത്. കൊല്ലപ്പെട്ട 5 വയസ്സുകാരുടെ രക്ഷിതാക്കളുടെ സ്ഥാനത്ത് നിന്നാണ് സർക്കാർ സംവിധാനങ്ങൾ ഇടപെട്ടത്. പ്രതിക്ക് വധശിക്ഷയ്ക്കൊപ്പം 5 ജീവപര്യന്തവും വിവിധ വകുപ്പുകൾ പ്രകാരം 49 വർഷം കഠിന തടവും 7.2 ലക്ഷം രൂപ പിഴയുമാണ് കോടതി ശിക്ഷ വിധിച്ചത്. രാജ്യത്ത് തന്നെ സമീപകാല ചരിത്രത്തിൽ ഇത്രയും ശക്തവും പഴുതടച്ചതുമായ ശിക്ഷാവിധി ഉണ്ടായിട്ടില്ല എന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ആരാ പറയുന്നത്? നമ്മുടെ മുഖ്യമന്ത്രിയാണ്. ജൂലൈ മാസം 28-ാം തീയതി രാവിലെ 7:30-ക്കാണ് ആലുവ തായിക്കാട്ടുകര ഭാഗത്ത് നിന്ന് അതിഥിത്തൊഴിലാളിയുടെ മകളായ 5 വയസ്സുകാരെ കാണാനിരുന്ന പോലീസ് സ്റ്റേഷനിൽ വിവരം ലഭിക്കുന്നത്. ആ ഘട്ടത്തിൽ തന്നെ എറണാകുളം റൂറൽ ജില്ലയിലെ മുഴുവൻ പോലീസ് സംവിധാനവും ഉടനടി ഉണർന്നു പ്രവർത്തിച്ചു. FIR രജിസ്റ്റർ ചെയ്ത് 25 മിനിറ്റിനകം തന്നെ പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞു. കുട്ടിയുമായി പ്രതി ഒരു KSRTC ബസ്സിലാണ് പോയെന്ന് വിവരം ലഭിച്ചപ്പോൾ ഉച്ചയ്ക്ക് ശേഷം സർവീസ് നടത്തിയ എല്ലാ KSRTC ബസ്സും പരിശോധിക്കാൻ ആരംഭിച്ചു. അന്ന് രാത്രി 9:50 ആയപ്പോൾ പ്രതിയെ ആലുവ തോട്ടക്കാട്ടുകര ഭാഗത്ത് നിന്ന് കസ്റ്റഡിയിലെടുത്തു. പിറ്റേന്ന് രാവിലെ പോലീസ് മാർക്കറ്റ് വേസ്റ്റ് ഡംപിംഗ് യാർഡിൽ നിന്ന് കുട്ടിയുടെ മൃതദേഹം കണ്ടെടുത്തു. നിയമത്തിന്റെ ഒരു പഴുതും ഉപയോഗിച്ച് പ്രതി രക്ഷപ്പെടാൻ പാടില്ലെന്ന നിർബന്ധത്തോടെ സർക്കാർ നടപടിയെടുത്തിരുന്നു. കേസിന്റെ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് ആലുവ റൂറൽ SP ഓഫീസിൽ ഒരു ഡാഷ്ബോർഡ് സംവിധാനം ഉണ്ടാക്കി. ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ അതിൽ രേഖപ്പെടുത്തിയിരുന്നു എന്ന് തുടങ്ങി അദ്ദേഹം അതിനെ സംബന്ധിച്ച് എത്ര തൊണ്ടിമുതലുണ്ടായിരുന്നു, എത്ര സാക്ഷികളുണ്ടായിരുന്നു, എങ്ങനെയാണ് നടത്തിയത്, 100 ദിവസം കൊണ്ട് റെക്കോർഡ് വേഗത്തിൽ വിചാരണയും പൂർത്തീകരിച്ച് പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി എന്നതുൾപ്പെടെയുള്ള വിശദമായ പത്രസമ്മേളനമാണ് കാസർഗോഡ് ഗസ്റ്റ് ഹൗസിൽ വെച്ച് നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി നടത്തിയത്. മുഖ്യമന്ത്രി അത് നടത്തിയതിനെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. ആ കേസിൽ പ്രതിയെ പിടിക്കപ്പെട്ടു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. ഞങ്ങൾ പ്രതിഷേധിക്കാൻ വന്നില്ലല്ലോ. അങ്ങനെയാണ് വേണ്ടത്. പക്ഷേ അവിടെ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ഏറ്റെടുത്ത മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും, അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ഏറ്റെടുത്ത മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ 15 മിനിറ്റ് 20 മിനിറ്റോളം അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് മാത്രമാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. അവിടെ പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രി, അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ഏറ്റെടുക്കുന്ന മുഖ്യമന്ത്രിയും വസീഫും എന്തുകൊണ്ട് ഈ വണ്ടിപ്പെരിയാറിലെ കേസിലെ വീഴ്ചകളെ നിങ്ങൾ ഏറ്റെടുക്കുന്നില്ല? അതാണ് ഞങ്ങളുടെ ചോദ്യം. അപ്പോൾ നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തിരിക്കുന്നു, അത് ഞങ്ങളുടെ സർക്കാരിൻ്റെ ആർജവമുള്ള നടപടിയാണ് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ആ വീഴ്ചയും നിങ്ങൾ ഏറ്റെടുക്കണമെന്നേ. ആ വീഴ്ചയും നിങ്ങളുടെ വീഴ്ചയാണെന്നേ. അതിന് ആ വീഴ്ചകളെല്ലാം പ്രതിപക്ഷത്തിൻ്റെയും ശിക്ഷിക്കപ്പെടുന്ന കേസുകളുടെ മെറിറ്റെല്ലാം ക്രെഡിറ്റ് എല്ലാം ഞങ്ങൾക്കും എന്നാണോ മുഖ്യമന്ത്രി പറയേണ്ടത്? അവിടെയാണ് അടിസ്ഥാനപരമായ പ്രശ്നം. ആ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായ പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല? ഇതുമായി ബന്ധപ്പെട്ട് എന്താ മുഖ്യമന്ത്രി ഇതുവരെ പ്രതികരിച്ചിട്ടുള്ളത്? ആ കുട്ടിയുടെ രക്ഷകർത്താക്കൾ പോയപ്പോൾ എന്താ പ്രതികരിച്ചിട്ടുള്ളത്? നോക്കാൻ വരട്ടെ, കാണട്ടെ എന്നല്ലേ. എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് സംഭവിച്ചത്? അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയം എന്ത്? ഇപ്പോൾ ഏറ്റവും അവസാനം ആ കുട്ടിയുടെ പിതാവിനെ ആക്രമിച്ചവർ എങ്ങോട്ടാണ് ഓടിക്കയറിയത്? പാർട്ടി ഓഫീസിലേക്കല്ലേ? എന്താ ഇവർക്ക് ഈ പാർട്ടിയുമായിട്ടുള്ള ബന്ധം? എന്തിനാണ് ഇത്തരത്തിലുള്ള ക്രിമിനലുകളല്ല, നരഭോജികൾ മാത്രമല്ല, പിഞ്ചു കുഞ്ചിൻ്റെ പോലും മനുഷ്യ ശരീരത്തെ ഇത്തരത്തിൽ ആക്രമിക്കുന്ന ഈ ക്രിമിനലുകളെ എന്തിനാണ് ഈ പാർട്ടി പ്രൊട്ടക്ട് ചെയ്യുന്നത്, ഈ സർക്കാർ പ്രൊട്ടക്ട് ചെയ്യുന്നത്? മറുപടി പറയണ്ടേ? കേരളത്തിന് അറിയണ്ടേ? അത് പറയാനുള്ള ആർജവം ഉണ്ടാകട്ടെ മുഖ്യമന്ത്രിക്ക്. അല്ലെങ്കിൽ പ്രതികൾക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന കുടുംബത്തിനും നീതി ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണ്ടേ? ഇത് ഞങ്ങൾ ചോദിക്കുമ്പോൾ പിന്നെ താങ്കൾ പറഞ്ഞു രാധയുടെ കൊലപാതകത്തെ കുറിച്ചൊക്കെ. എന്തായാലും 51 വെട്ടി മാഷാ അല്ലാഹ് എന്ന സ്റ്റിക്കർ ഒന്നും ഒട്ടിച്ച് ആരും പോയിട്ടില്ല. ഷുഹൈബിനെ കൊന്നതിനെ കുറിച്ച് ഞാൻ പറയണോ? എങ്ങനെയാ? പൈശാചികമായിട്ടല്ലേ കൊന്നത്? രാഷ്ട്രീയപരമായ കാര്യങ്ങളല്ല ഇവിടെ പറയുന്നത്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞതിന്റെ അന്തസത്ത താങ്കൾ ഉൾക്കൊള്ളണം. ഞാൻ എന്താ പറഞ്ഞത്? ഇവിടെ രാഷ്ട്രീയമായി നടന്നിട്ടുള്ള ആക്രമണങ്ങളെ സംബന്ധിച്ച് അതിനകത്ത് പ്രതിസ്ഥാനത്ത് വന്നിട്ടുള്ളത് ഈ പറയുന്നത് പോലെ CPM നേതാക്കളാണ്. അത് രാഷ്ട്രീയമായ കൊലപാതകങ്ങളായിരുന്നു. അത് ചർച്ച ചെയ്യാനാണെങ്കിൽ അത് ചർച്ച ചെയ്യാം. അതല്ലാതെ ഞാൻ സംസാരിക്കട്ടെ. വസീഫ് എന്തിനാ അസ്വസ്ഥനാകുന്നത്? അതിനപ്പുറത്തേക്ക് അവർക്ക് നീതി അല്ല. അവിടെ നിങ്ങൾ ഞാൻ സംസാരിക്കട്ടെ. താങ്കൾ സംസാരിച്ചപ്പോൾ ഞാൻ ഒരു അക്ഷരം ഇല്ലല്ലോ. ആ നിലമ്പൂർ രാധയുടെ കേസിനെ സംബന്ധിച്ചാലും നിങ്ങൾ പ്രതികളെ ശിക്ഷിക്കുന്നേ. നിങ്ങൾ കേരളത്തിലാകെ പ്രതിഷേധവും പ്രതികരണവും ഉണ്ടാക്കിയോ? ഞാൻ ചോദിക്കുന്നത്, ആര് കൊല്ലപ്പെട്ടാലും പ്രതികരിക്കണ്ടേ? എന്റെ വസീഫെ ഇവിടെ സംസാരിക്കുന്നതേ താങ്കളുടെ ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു വസീഫെ. ഇത്തരത്തിലുള്ള മുടന്തൻ ന്യായങ്ങളുമായിട്ട് വരരുത്. ഇത്തരത്തിലുള്ള മുടന്തൻ ന്യായങ്ങളുമായിട്ട് വരണ്ട. വീണ്ടും ആവർത്തിച്ചാൽ ഞാൻ വീണ്ടും താങ്കളെ ഓർപ്പിക്കുന്നു, താങ്കൾ ഇനി സംസാരിക്കില്ല.
താങ്കൾ ഇനി ഈ ചർച്ചയിൽ സംസാരിക്കില്ല. താങ്കൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ഈ ചർച്ചയിൽ ഇനി താങ്കൾ സംസാരിക്കില്ല. അതെ അതെ അതെ, ഈ ചർച്ചയിൽ ഇനി താങ്കൾ സംസാരിക്കണം ഞാനോട് വിചാരിക്കും. താങ്കൾ ഇനി ഈ ചർച്ചയിൽ സംസാരിക്കണം ഞാനോട് വിചാരിക്കും. അങ്ങനെയാണ് എന്റെ അവസരത്തിൽ ഞാൻ ഒരു കാരണവശാലും വസീഫ ഈ ചർച്ചയിൽ സംസാരിക്കാൻ അനുവദിക്കില്ല. അതുകൊണ്ട് അങ്ങയുടെ ഘട്ടത്തിൽ അങ്ങയിലേക്ക് വരുമ്പോൾ മറുപടി പറയണം. ഒരു കാരണവശാലും വസീഫ് സംസാരിക്കില്ല. ഒരു കാരണവശാലും വസീഫെ താങ്കൾ ഈ ചർച്ചയിൽ ഇനി തുടർന്ന് സംസാരിക്കാൻ ഞാൻ അനുവദിക്കില്ല. അതുകൊണ്ട് മര്യാദക്കാണെങ്കിൽ മര്യാദയ്ക്ക് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും, താങ്കൾക്ക് പറയാനുള്ളത് താങ്കളുടെ കൂട്ടത്തിൽ ഞാൻ പറയാം. ഒരു ഘട്ടത്തിൽ പോലും ഞാൻ താങ്കൾക്ക് ഉത്തരം മുട്ടുമ്പോ താങ്കൾക്ക് സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നേ. താങ്കൾ എന്തിനാ അസ്വസ്ഥനാകുന്നേ? ഞാൻ ഉന്നയിക്കുമ്പോ താങ്കൾക്ക് പൊള്ളും. സ്വാഭാവികമാണ്. പിണറായിക്കെതിരെ ഞാൻ സംസാരിക്കുന്നത്, ഈ സർക്കാരിനെതിരെ ഞാൻ സംസാരിക്കുന്നത്, ഈ ആഭ്യന്തരവകുപ്പിനെതിരെ ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ താങ്കൾക്ക് പൊള്ളും. ഞാൻ മണ്ഡല സെക്രട്ടറിയും മണ്ഡല പ്രസിഡന്റും മാറ്റിവെക്ക്. മണ്ഡല പ്രസിഡന്റും മണ്ഡല സെക്രട്ടറിയും താങ്കൾ മാറ്റിവെക്ക്. ഞാൻ പ്രതികരിക്കുന്നത് താങ്കൾ അവസരം സംസാരിക്കൂ. താങ്കൾ ഞാൻ ചോദിച്ചല്ലോ മാഷാ അല്ലാഹ് എന്ന സ്റ്റിക്കർ നിങ്ങൾ ഇത് രണ്ടാം ഘട്ടത്തിൽ വിജ്ഞാപനം ചെയ്യരുത്. രണ്ടാം ഘട്ടത്തിൽ വിജ്ഞാപനം ചെയ്യരുത്. നമ്മൾ ഒരു വിഷയത്തിലല്ലേ ചർച്ച നടത്തുന്നത്. നമ്മളൊരു വിഷയത്തിൽ തലക്കെട്ടിനടിയിലല്ലേ ചർച്ച നടത്തുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം നടത്തി വെല്ലുവിളി നടത്തി മുന്നോട്ട് പോകാൻ പറ്റുമോ? നിങ്ങൾ രണ്ടുപേരും പറയുന്നത് എനിക്കോ പ്രേക്ഷകർക്കോ കേൾക്കാൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ രാഷ്ട്രീയത്തിൽ എനിക്ക് ഉത്തരവാദിത്തമില്ല കേട്ടോ.